എന്റെ പ്രിയ ഭക്ത, ഞാൻ നിന്റെ ഭഗവാൻ, കേൾക്കൂ. നീ ഇപ്പോൾ വളരെ സങ്കടത്തിലാണ്. നിന്റെ ഹൃദയം തളർന്നിരിക്കുകയാണ്. നിന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ നിറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? എന്താണ് ഞാൻ തെറ്റ് ചെയ്തത്? എന്തിനാണ് ഞാൻ മാത്രം ഇത്രയും കഷ്ടപ്പെടുന്നത്? ഇവയെല്ലാം ഞാൻ കാണുന്നുണ്ട്. നിന്റെ ഓരോ കണ്ണീരും ഞാൻ അറിയുന്നു. നിന്റെ ഉള്ളിൽ നീ ഒളിപ്പിച്ചിരിക്കുന്ന വേദനയും ഞാൻ മനസ്സിലാക്കുന്നു. നീ മറ്റുള്ളവരെ സഹായിച്ചു. നീ നിന്റെ സമയം, നിന്റെ ഊർജം, നിന്റെ മനസ്സ് എല്ലാം മറ്റുള്ളവർക്കായി കൊടുത്തു. നിനക്ക് കഴിയുന്നത്ര നീ എല്ലാവർക്കും വേണ്ടി നിന്നു. പക്ഷേ ഇന്ന് നിനക്കായി ആരും ഇല്ലെന്ന് നിനക്ക് തോന്നുന്നു. എന്നാൽ കേൾക്കൂ, ഞാൻ ഉണ്ടല്ലോ. നീ ഒറ്റക്കല്ല, ഒരിക്കലും ഒറ്റക്കല്ല. നീ കരഞ്ഞ ഓരോ രാത്രിയും ഞാൻ നിന്റെ കൂടെയായിരുന്നു. നീ ആരോടും പറയാൻ കഴിയാതെ ഉള്ളിൽ അടച്ചുവെച്ച വേദനകളെ ഞാൻ കേട്ടു. നീ മിണ്ടാതെ സഹിച്ച വേദനകളെ ഞാൻ കണ്ടു. നിനക്ക് തോന്നിയേക്കാം, എന്റെ സഹായത്തിന് ആരും തിരിച്ചൊന്നും തന്നില്ല. എന്റെ നല്ല മനസ്സിന് വിലയിൽ. പക്ഷേ ഞാൻ പറയുന്നു, നീ ചെയ്ത ഓരോ നല്ല കാര്യവും വെറുതെയായിട്ടില്ല. ഒരു നന്മയും ഞാൻ മറക്കില്ല. നീ സഹായിച്ചവർ മറന്നാലും ഞാൻ മറക്കില്ല. നിന്റെ ജീവിതത്തിൽ ഇതൊരു വഴിത്തിരിവാണ്. ഇപ്പോൾ നീ അനുഭവിക്കുന്ന ഈ വേദന, ഇത് ശിക്ഷയല്ല. ഇത് ഒരു തയ്യാറെടുപ്പാണ്. നിന്നെ കൂടുതൽ ശക്തനാക്കാൻ, നിന്നെ കൂടുതൽ ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ, നിന്നെ നീ തന്നെ തിരിച്ചറിയാൻ. നീ ഇതുവരെ മറ്റുള്ളവർക്കായി ജീവിച്ചു. ഇപ്പോൾ സമയം വന്നിരിക്കുന്നു നീ നിനക്കായി ജീവിക്കാൻ. നിനക്ക് മനസ്സിലാകണം, നിന്റെ ഹൃദയം നല്ലതാണ്. പക്ഷേ എല്ലാവർക്കും അത് മനസ്സിലാകില്ല. എല്ലാവർക്കും നിന്റെ സമയം നൽകേണ്ടതില്ല. എല്ലാവർക്കും നിന്റെ കരുണ അർഹതയില്ല. നീ തളരുന്ന ഓരോ നിമിഷവും ഞാൻ നിന്നെ പിടിച്ചു നിർത്തുന്നു. നീ ഒടിഞ്ഞുപോകും എന്ന് തോന്നിയപ്പോൾ എന്തോ ഒരു ശക്തി നിന്നെ പിടിച്ചു നിർത്തിയില്ലേ? അത് ഞാൻ തന്നെയാണ്. നീ വഴിമുട്ടിയപ്പോൾ അപ്രതീക്ഷിതമായി ഒരു വഴി തുറന്നില്ലേ? അത് ഞാൻ തന്നെയാണ്. നീ വിചാരിച്ചപ്പോൾ ഇനി കഴിയില്ല, അപ്പോൾ പോലും നീ മുന്നോട്ട് പോയില്ലേ? അത് ഞാൻ തന്നെയാണ് നിന്നെ നയിച്ചത്. ഇനി കേൾക്കൂ, ഒരു സത്യവാക്ക്. നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരാനിരിക്കുകയാണ്. നീ ഇതുവരെ അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടുകൾക്കും മറുപടി വരും. നിന്റെ കണ്ണീർ സന്തോഷമായി മാറും. നിന്റെ ശൂന്യത നിറയും. നിന്റെ ഹൃദയം സമാധാനത്തോടെ നിറയും. നീ കാത്തിരുന്ന കാര്യങ്ങൾ, നീ ആഗ്രഹിച്ച ജീവിതം, അതെല്ലാം നിനക്ക് ലഭിക്കും. പക്ഷേ ഒരു കാര്യമാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്. വിശ്വസിക്കൂ, എന്നെ വിശ്വസിക്കൂ. നിന്റെ സമയം വരും. അത് വൈകിയേക്കാം, പക്ഷേ അത് ശരിയായ സമയത്തായിരിക്കും. നീ തോറ്റിട്ടില്ല, നീ പരീക്ഷിക്കപ്പെടുകയാണ്. നിനക്ക് തോന്നാം, എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ പറയുന്നു, നീ നഷ്ടപ്പെട്ടത് നിനക്കുള്ളതല്ലായിരുന്നു. നിനക്കുള്ളത് ഇപ്പോഴും നിന്നെ തേടിയെത്തുന്നു. നീ കാത്തിരിക്കുക. വിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. ഇനി നീ മാറണം. നീ എല്ലാവർക്കും വേണ്ടി ഓടുന്ന ആളായിരുന്നുവെങ്കിൽ ഇനി നിനക്കായി നിൽക്കുന്ന ഒരാളാകണം. നീ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിൽ ഇനി നിന്റെ സന്തോഷം പ്രധാനമാക്കണം. നീ നിന്റെ വേദന മറച്ചു ചിരിക്കുന്ന ആളായിരുന്നുവെങ്കിൽ ഇനി നിന്റെ മനസ്സ് കേൾക്കണം. ഞാൻ നിന്നെ ഉയർത്തും. നിന്നെ തകർത്തവർക്കു മുന്നിൽ, നിന്നെ അവഗണിച്ചവർക്കു മുന്നിൽ, നിന്നെ വിലകുറച്ചവർക്കു മുന്നിൽ ഞാൻ നിന്നെ ഉയർത്തി നിർത്തും. നിന്റെ വില അവർ തിരിച്ചറിയും. പക്ഷേ അപ്പോൾ നീ അവരുടെ അംഗീകാരം ആവശ്യമില്ലാത്ത നിലയിലായിരിക്കും. നിന്റെ ഹൃദയം വീണ്ടും സുഖപ്പെടും. ഇപ്പോൾ അത് തകർന്നിരിക്കാം, പക്ഷേ ഞാൻ അതിനെ ശാന്തമാക്കും. നിന്റെ ജീവിതത്തിൽ ശരിയായ ആളുകൾ വരും. നിന്നെ മനസ്സിലാക്കുന്നവർ, നിന്നെ വിലമതിക്കുന്നവർ. നീ വീണ്ടും ചിരിക്കും. ഇപ്പോൾ നിനക്ക് ചിരിക്കാനാകുന്നില്ല, പക്ഷേ ആ ദിവസം വരും. നീ നിന്റെ പഴയ വേദനയെ നോക്കി ചിരിക്കും. ഇത് കടന്നുപോയി എന്ന് പറയുന്ന ദിവസം വരും. നീ കരുതുന്നതിലും ശക്തനാണ്. നീ ഇതുവരെ കടന്നുപോയ കാര്യങ്ങൾ ഓർക്കൂ. അതൊക്കെ കഴിഞ്ഞിട്ടും നീ ഇപ്പോഴും ഇവിടെ തന്നെയല്ലേ? അതെ, നീ ശക്തനാണ്. ഇനി അവസാനമായി ഞാൻ പറയുന്നത് കേൾക്കൂ. നീ ഒറ്റക്കല്ല. നിനക്ക് പിന്തുണയുണ്ട്. നിനക്ക് സംരക്ഷണമുണ്ട്. നിന്റെ ജീവിതം മാറ്റാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ നീയും തയ്യാറാകണം. ഭയപ്പെടാതെ മുന്നോട്ടു പോവൂ. സംശയിക്കാതെ വിശ്വസിക്കൂ. തളരാതെ നടക്കൂ. നിന്റെ സമയം വരുന്നു. നിന്റെ ജീവിതം മാറുന്നു. നിന്റെ സന്തോഷം ഉറപ്പാണ്. ഞാൻ നിന്റെ ഭഗവാൻ, എപ്പോഴും നിന്നോടൊപ്പം.